നമ്മള് സ്പീഡ് ബോട്ടിന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഹായ് ഗായ്സ്, നമ്മൾ ഇന്നൊരു ഡേ ഔട്ട് ആണ് കേട്ടോ. സത്യം പറഞ്ഞ എല്ലാരും കൂടി നമ്മള് സ്പീഡ് ബോട്ടിന് കറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്നലെ നൈറ്റ് പോയി നമ്മൾ ഒരു പ്രോപ്പർട്ടി എങ്ങനെ നമ്മൾ ഇന്നലെ ഈ പ്രോപ്പർട്ടിയിലാട്ടോ സ്റ്റേ ചെയ്തത്. ഇനിയിപ്പോ നേരെ ഹൗസ് ബോട്ട് നമ്മളുടെ വീടിനടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കേറുവാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നട്ടെ, കാരണം കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ 6 പേരും കൂടി കൂടാൻ വേണ്ടി പോണേ. അനന്തുടെ വീട്ടിലാട്ടോ, കാരണം നമ്മുടെ പ്രോപ്പർട്ടിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ അനന്തുടെ വീട്ടിലോട്ട്. അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ പോയിട്ട് നമ്മള് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മള് ഹൗസ് ബോട്ട് പോട്ടെ, സ്പീഡ് ബോട്ടിൽ കയറി നമ്മൾ കറങ്ങാൻ പോവാ. നമ്മൾ ഈ വോൾവറിൻ എന്ന് പറയണ ഈ ഇതിലാണ്ട പോണ, ഈ സ്പീഡ് ബോട്ടിലാണ് പോണത്. വായിൽ ഹൗസ് ബോട്ടിനല്ലാണ്ട് വരണില്ല. ഇത് കണ്ടോ, 8 സീറ്റർ ആട്ടോ, ഡ്രൈവർ അടക്കം. പാസഞ്ചേഴ്സ് 7 പേർക്ക് ഇരിക്കാം. പേര് കൊള്ളാട്ടോ ശ്രീകുട്ട, വോൾവറിൻ. എന്താ അതിന്റെ അർത്ഥം? എന്താ ആനിമൽ ആണോ വോൾവറിൻ? ആണോ? നിനക്കറിയാനോ? നിനക്ക് എന്തെങ്കിലും പറയണ്ടോ? എന്താടാ അത്? നമ്മള് ഇത്രയും ടീംസ് ആയിട്ട് പോണ. അമൽ ചേട്ടനില്ല, ബാക്കി നമ്മളെല്ലാരും കൂടി ഇന്ന് പോണ ഇവന്റെ ആണ് വോൾവറിൻ അല്ലേ? നല്ല കളറട്ട റെഡ് പൊളി. പോവാ. ഞാനാണ് ആദ്യം വലത് കാല് വെച്ച് കയറാൻ. ഇവളാണ് ആദ്യം പറഞ്ഞു. ഇന്നത്തെ മൊത്തം കാര്യം നിന്റെ ഐശ്വര്യത്തിന്റെ പേരിലാണ് ഇരിക്കുന്നത്. ലൈഫ് ജാക്കറ്റ് മുഖ്യമ്പെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകി നടക്കണ കാണാം കേട്ടോ. അതുകൊണ്ട് വേണ്ട, സേഫ്റ്റി ഫസ്റ്റ്. അച്ഛാ, ഇത് സാമിച്ചേട്ടന്റെ ഫ്രണ്ടും വൈഫും കൊച്ചുവാട്ടാ. എന്റെ എഞ്ചുക്കുട്ടന്റെ ബെസ്റ്റിയാണ് ഈ നിക്കണ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇല്ല, അവൻ വരാറുണ്ട് വീട്ടില്. ജെട്ടി വിടുകയാണ് ഗൈസ്. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പൊളി പൊളി, എന്ത് രസമല്ലേ, നല്ല കാറ്റ്. ശരിയാട്ടോ, അങ്ങനെ ഡ്രൈവർ എവിടെ? ഇപ്പം പൈലറ്റിനെ പോലെ ഇടയ്ക്ക് ഇറങ്ങി നടക്കുമെന്ന്. നല്ല കാറ്റ്, നല്ല ഫീലടാ. ശ്രീകുട്ട, നീ എല്ലാ ദിവസവും ബൈക്കിനും കാറിനും ഓരോ ഇതിലാണോ പോണ? കൊറേ നാളായി തുടങ്ങിയിട്ടിട്ട്. 6 months-ആ? എവിടെ? ഓഹോ, ഇതാണ്ട നമ്മളെപ്പോഴും പാസ് ചെയ്യാറുള്ള അരൂർ പാലത്തിന്റെ താഴത്തെ ഭാഗം. ഞാൻ എപ്പോഴും അപ്പുറത്തെ ഈ പാലത്തിൽ കൂടി ഞാൻ പാസ് ചെയ്യുമ്പോ ആലോചിക്കും കേട്ടോ, എന്ത് രസമായിരിക്കും ഇതിന്റെ അടിയിലൊക്കെ വന്നിരിക്കാന്ന്. ബോട്ടിൽ പോകുമ്പോഴാട്ടോ ഫീൽ അറിയണേ. മുഖ്യമന്ത്രി ഇനാഗുറേറ്റ് ചെയ്തതാട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കാണാനുള്ള ആൾക്കാരുടെ തിരക്ക് നോക്കി സൈഡില് നിക്കണുണ്ടോ? അതെ, സൺഡേ ഈസ് ഫണ്ടേന്ന്. പക്ഷെ കണ്ടോ, റെയിൻബോ പോലെയൊക്കെ തീമിലാട്ടോ കളറൊക്കെ കൊടുത്തേക്കണേ. അതും എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ ഈ പാലത്തിന്. എന്തോ നീളം കൂടിയ പാലം അങ്ങനെ എന്തൊക്കെയാണ്, ക്ലിയർ അല്ല. പക്ഷെ നിങ്ങൾ നോക്കിയിട്ട് ഇൻഫർമേഷൻ കറക്റ്റ് ആണോ നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിലൊക്കെ കണ്ടതാട്ടോ. പക്ഷെ ഇത് ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ വൈറ്റിൽ ആ കളേഴ്സും ഒക്കെ വന്നേക്കണോണ്ട്. പിന്നെ ഈ സ്ഥലത്തിന്റെ പേരില്ലേ, പെരുമ്പടം എന്നാട്ടോ. പെരുമ്പടം പാലം എന്നാണ് ഇതിനെ പറയണേ. കൊള്ളാല്ലേ, നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല കളർ കോമ്പിനേഷൻ. ഇതൊരു ഭംഗിയാ നോക്കി കാണാൻ. ഓ സൂപ്പർ. ഇങ്ങോട്ട് സൈഡിലുള്ളവര് മിക്കവാറും ഇല്ലത് കണ്ടോ, ബോട്ട് കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടാണിത്. ഈ ഒരു സൈഡിലേക്കൊക്കെ ഉണ്ട് ഈ ഒരു സർവീസ്. ഇതിപ്പോ വൈക്കും കേട്ടോ കാണണം, വൈക്കം. ഈ ബോട്ട് ഇവിടെ അടുപ്പിക്കണ കണ്ടപ്പോഴാട്ടോ ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇതിൽ കൂടി കേറാന്നൊക്കെ മനസ്സിലായത്. ഇപ്പൊ ആ ചേട്ടന്മാരോട് പറഞ്ഞു നമുക്ക് ഇതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം, ഐലൻഡിന്റെ ഉള്ളിൽ കയറിയിട്ട്. തായ്ലൻഡിലുണ്ട് ഇതുപോലെ കുറെ ഐലൻഡ്സ് ഒക്കെ. പക്ഷെ കൊള്ളാലേ, ഇത് പണ്ടെപ്പോഴൊക്കെ ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ. കാരണം എന്തേ
ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. നമ്മളിതേ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബോട്ടിന്റെ പുറകെ വന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു തുരുത്താണത്. ശ്രീകുട്ട നിനക്ക് ഇപ്പൊ ഒരു പുതുമയില്ലേ ഇത്? ഇനി ആൾക്കാരെ കൊണ്ടുവരുമ്പോ കൊണ്ടുവരാലേ ഐലൻഡിലോട്ട്. അതെ. അപ്പൊ കുറെ ചേച്ചിമാര് തൃശ്ശൂരിൽ നിന്ന് അവരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് നല്ല ഏരിയ, നല്ല രസമുണ്ട്. കാരണം അധികാരം വരാത്തോണ്ടില്ലേ ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. ഇങ്ങനെ ക്രൗഡഡ് ഒന്നും അല്ല, ജസ്റ്റ് ഈ ചേച്ചിമാര് മാത്രമേ ഉള്ളൂ കേട്ടോ. അവര് തന്നെ കുറെ പേരുണ്ട് എന്നാലും. പക്ഷെ കൊള്ളാം. ഈ ചേട്ടൻ പറഞ്ഞത് ഇത് സെന്റ് മേരീസ് ഐലൻഡ് ആണ് കേട്ടോ. നമ്മള് ഒഫീഷ്യലി ആലപ്പുഴ ജില്ലയിൽ കാലുകുത്തിയേക്കാണ്. ഇവരുടെ ആരുടെയൊക്കെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. KM മോന്റെ റിസോർട്ട് അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ ഈ ഐലൻഡിൽ ബാഗി 2 ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ടൈഗർ ഷ്രോഫിന്റെ മൂവി. നമ്മള് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോവാട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനില്ല. പക്ഷെ ഒരു ഇത്രതരം ബോട്ടിൽ ഇരുന്നിട്ട് ഒന്ന് ഇറങ്ങി ഒന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഐലൻഡ് ആട്ടോ. ഇവിടെ പണ്ട് എന്തോ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അതിന്റെ അവശേഷിപ്പുകളൊക്കെ കണ്ടോ അവിടെയൊക്കെ എന്തുണ്ട്. ശരിയല്ലേ, നല്ല ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. ബൈ തണ്ണീർമുക്കം പണ്ടാണ്ട് കാണുന്നത്. ഇതൊക്കെ നമ്മൾ ഈ ബൈ റോഡ് വരുമ്പോ കാണുന്നതേ ഉള്ളൂ കേട്ടോ. എന്ത് രസം ഇതിന്റെ ഒക്കെ താഴത്ത് കൂടി പോവാൻ. ഇതേ തണ്ണീർമുക്കം പണ്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണേ. സത്യോട്ടാ ജുറാസിക് പാർക്ക് പോലെ ഉണ്ട്. ചേട്ടാ ഈ വഴിയാണോ പോണ? ആ നമ്മള് കൺഫേം ചെയ്ത് ഈ വഴി തന്നെ പോണേന്നുള്ളത്. തുറക്കാൻ പോവാട്ടോ. ഭയങ്കര സത്യം ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാ. ചേട്ടൻ അവിടെ കറക്കണേ പൊക്കത്ത്. അപ്പൊ ഇത് പയ്യെ തുറക്കും. തുറന്നു എത്ര നേരം കൊണ്ടാന്നറിയാം കാരണം ഇത് നോക്കി എത്ര പേരുടെ അധ്വാനാന്നറിയാം പൊക്കത്ത്. നമ്മളിതേ ഇതിന്ന് പാസ് ചെയ്താട്ട വന്നത്. ഇനിതേ ഈ ഒരു ഡോർ തുറക്കണം. നീ ഇവിടെ തുറക്കൂട്ടെ, ഇപ്പൊ തന്നെ തുറക്കും. അങ്ങനെ തുറന്ന് കിട്ടിയിട്ട് നമുക്ക് തണ്ണീർമുക്കം പണ്ട്. ചേട്ടാ താങ്ക് യു. കണ്ടാ നമ്മള് വന്ന ബോട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോഴായിട്ട് ഇതിന്റെ ഭംഗി മനസ്സിലാവണം. എന്ത് സൂപ്പറാന്ന്. ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള ഫ്രണ്ടും കൊള്ളാടെ നല്ല ഭംഗിയുണ്ടാണ്. കളർ നല്ല കളറ്. നമ്മളിത് ഇവിടെ കെട്ടിയിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ അല്ല, ജസ്റ്റ് വെള്ളം കുടിക്കാനും ഫ്രഷപ്പ് ആവാനും വേണ്ടി മാത്രം വന്നാട്ടോ. ഫുഡ് നമ്മൾ ഷാപ്പിൽ പോയി കഴിക്കണം. അനന്ത് എന്താണിത്? ജാനിയവനാ എന്റെ അനന്തോടെ അച്ഛൻ ഇതായിരുന്നല്ലേ? ബോട്ട് ലാസ്കർ ആയിരുന്നില്ലേ? അതെ. ബോട്ട് വരുമ്പോ കെട്ടി ഇടുക. അനന്തോടെ അച്ഛൻ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഗവൺമെന്റ് ജോലി ആയിരുന്നു അന്നത്തെ. അപ്പൊ അതെ ഞങ്ങള് വല്ലതൊക്കെ കുടിക്കട്ടെ, ഒന്ന് ഫ്രഷപ്പ് ആവട്ടെ കേട്ടോ. കാരണം ഉപ്പുകാറ്റ് കൊണ്ട് മടുത്ത്. വെള്ളം കുടിക്കാൻ കയറിയതാണെങ്കിലും നോക്കി അയല പൊരിച്ചതും കൂന്തലും കേട്ടോ. കാരണമില്ലേ നല്ല സ്മെല്ലുണ്ടായിരുന്നു. നല്ല മസാല, അത് നല്ല സോഫ്റ്റ് കൂന്തല്. റബ്ബറി ആവില്ല, അങ്ങനെ ഇല്ല. അടിപൊളി. എന്റെ ഇതെത്തി ലൈം സോഡ. സ്വർഗം കിട്ടിയ പോലെ ഉണ്ട് വെള്ളം കൂടി ചെന്നിട്ട്. നല്ല ചൂടാണ് ഇവിടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈയും എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ഒരു ഗ്രീൻ ആപ്പിൾ ഐസ്ക്രീം എടുത്തിട്ടോ. ഐസ്ക്രീമിൽ എന്റെ രണ്ടാമത്തെ ഐസ്ക്രീം 2 ദിവസമായിട്ടുള്ള. ഇന്നലെ മാത്രം കഴിച്ചിട്ടുള്ളൂ. അത് ഇന്നലെ കഴിച്ചു, സത്യം ഇന്നും കഴിച്ചു. പക്ഷെ ഇതെന്റെ ഫേവറേറ്റ് ആട്ടി ഐസ്ക്രീം. ഈ പെണ്ണുമ്പോഴെന്ന് പറയുന്നത് ഞങ്ങൾ കുഞ്ഞു പിള്ളേരുടെ മുമ്പിൽ നിന്നും ഐസ്ക്രീം കഴിക്കണം. അതും 2 എണ്ണം. ഐസ്ക്രീംസിൽ എന്റെ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ അത് ഗ്രീൻ ആപ്പിൾ ആട്ടോ. ഭയങ്കര ഫേവറേറ്റ് ഉണ്ട്. ഈ കാണുന്ന വള്ളത്തിലാട്ടോ രാജപുരം ഷാപ്പുള്ളത്. ഇത് നമുക്ക് അപ്പുറം വഴിയും വരാം. നമ്മള് ബോട്ട് വഴി വന്ന കൊണ്ട് നമ്മള് സകലമാന കായലും ചുറ്റിയ വന്നത്. കുട്ടനാട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബൈ റോഡ് വന്നിട്ട് ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് പറ്റും. ഞങ്ങൾ അങ്ങനെ പണ്ട് വന്നേക്കണം. പക്ഷെ ഇത് കൊള്ളാം. അയ്യോ, നമ്മളങ്ങനെ കുറെ നേരത്തെ സ്പീഡ് ബോട്ട് റൈഡിന് ശേഷം ഏകദേശം ഒരു 1-2 മണിക്കൂറായിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട്
അതിനുശേഷം നമ്മളിവിടെ രാജപുരം ഷാപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ രാജപുരം ഷാപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പോത്തുവറയാണ് ഫേമസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അതിൽ വീണ് പോയതാട്ടോ. ബാക്കി സൂപ്പർ ആയിരുന്നു. ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓൾസോ ഇതേ പോർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓ പോർക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് എന്റെ ഇവിടെ പോർക്ക്, പിന്നെ കപ്പ, അങ്ങനെ ഓരോ ഐറ്റംസ് വന്നോണ്ടിരിക്കണേ. ഇതുണ്ടോ ഒത്തിരി സാധനങ്ങളുടെ ലിസ്റ്റ് ആട്ടോ ഇത്. എന്തോരം ഫുഡാ നോക്കി. അപ്പൊ ഞങ്ങള് എൻജോയ് ചെയ്യട്ടെ. ഓരോ ഫുഡായിട്ട് വന്നോണ്ടിരിക്കണേ. കൊതി വന്നേട്ടോ. ഈ സാധനമാണ് ഇവിടുത്തെ പോത്തുവറ. ഭയങ്കര ഫേമസ് ഇത്. കക്ക നല്ല വലിയ കക്കയാട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതേ വയറൊക്കെ വീർപ്പിച്ചിട്ടിരിക്കുക കേട്ടോ. നല്ല ഭക്ഷണമായിരുന്നു. എന്റെ ഫേവറേറ്റ് ബീഫ് വറയും അതുപോലെ തന്നെ പൊടിമീൻ വറുത്തതുണ്ടായിരുന്നു. അതുമാട്ടോ. എന്റെ ഫേവറേറ്റ് എന്തായിരുന്നു? എന്റെ ഫേവറേറ്റ് കക്ക വറുത്ത. എടാ നിന്റെ ശ്രീകുട്ട ഇത് മുങ്ങിക്കളയണ എല്ലാം ഇഷ്ടപ്പെട്ടെ. പിന്നെ പുളിശ്ശേരി, അതായത് ആ മോരുകറി ഭയങ്കര നല്ലായിരുന്നു. ഞാൻ ചോറാണ് കഴിച്ച. അപ്പൊ തിരിച്ച് നമുക്കിനി ഇപ്പൊ തന്നെ ഇറങ്ങണം. കാരണം കുറച്ച് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ നമുക്ക് എറണാകുളം കയറണ്ടേ. നല്ല ദൂരമുണ്ട്. എത്ര മണിക്കൂർ എടുത്തരാ നമ്മള്? 2.5 അല്ലേ? പിന്നെ ആ 2.5 തിരിച്ച് നമുക്ക് പോണം കേട്ടോ. അത്ര നേരം നമുക്ക് ഈ ബോട്ടിന് വരുമ്പോഴാട്ടോ എത്ര വലുതാണ് നമ്മുടെ കായലെന്ന് മനസ്സിലാവണേ. നല്ല വിട്ടില് കിടക്കണോണ്ടിട്ട് ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. ഇവനല്ലേ എന്ത് നമ്മൾ തായ്ലൻഡ് ഒക്കെ പോയപ്പോ അല്ലേ ഇത്രയും നമ്മള് വാട്ടർ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. സത്യം കേട്ടോ, നമ്മുടെ ടൂറിസത്തിന് ശരിക്കും എന്ത് സ്കോപ്പ് ഉണ്ടെന്ന് അറിയാമോ? പൊളിയാക്കാൻ പറ്റും നമ്മുടെ നാട്. അത്രയും ഉണ്ട്. ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായിരുന്നടാ? ഏതായിട്ടും ഇഷ്ടപ്പെട്ട? ഞാനും സീമ പറഞ്ഞ. ഞാൻ നത്തോലി ഫ്രൈയും പറഞ്ഞു, അതുപോലെ തന്നെ മറ്റേ ബീഫ് പറയും, പുളിശ്ശേരി. ഈ ഒരു അക്ഷരം ഇവള് പാത്രത്തിൽ കോരി കഴിക്കണമായിരുന്നു. ഇവര് ഐസ്ക്രീം കഴിക്കാനായിട്ട് ഞാൻ എന്റെ ഗ്രീൻ ആപ്പിൾ ഐസ്ക്രീം മിസ് ചെയ്യും. എന്നാലും തോന്നണടാ ഇനി 2 കഴിച്ച്. എന്നാലും ഇനിയും കഴിക്കാൻ തോന്നുന്നു ഗ്രീൻ ആപ്പിൾ ഐസ്ക്രീം. അത്ര ഫേവറേറ്റ് ആയിട്ട് എന്റെ. ഏതാണ്ട് പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് സത്യം പറഞ്ഞ. അല്ലടാ കഴിഞ്ഞില്ലേ ഒരു ദിവസം? എത്ര വേഗം ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോണേ. നല്ലായിരുന്നു കേട്ടോ. ഏകദേശം വൈൻഡപ്പ് ആവാനായി. കാരണം സൺസെറ്റ് ആവാനായിട്ടുണ്ട്. നമ്മൾ എറണാകുളത്തേക്ക് പോവാ. ഇനി ഒരു 2.5 hours നമുക്കിനി അവിടെ എത്താൻ വേണ്ടി വേണം. ഇനി നല്ല നല്ല സീനറിയൊക്കെ കാണാം കേട്ടോ. കാരണം ഇത്ര നേരം ഭയങ്കര ഹാർഷായിട്ടുള്ള വെയിലായതുകൊണ്ട് നമ്മൾ അത്ര അങ്ങോട്ട് ചൂടെന്ന് പറഞ്ഞിരിക്കായിരുന്നു. പക്ഷെ ഇനിയിപ്പോ നല്ല അടിപൊളി വെതറാണ്. നല്ല ഭംഗിയായിരിക്കും. സൺസെറ്റ് അടിപൊളിയായിരിക്കും. എന്റെ ഐസ്ക്രീം ഒരുത്തം കൊണ്ടുപോയി. നല്ല അടിപൊളി ദിവസം. ചോക്കോബാറുകളെ ഉച്ചക്ക് പാസ് ചെയ്ത പെരുമ്പളം പാലാട്ടോ ഇത്. ഇങ്ങനെ ആ ഒരു ആർച്ചൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊക്കത്തിൽ കൂടി ഹെലികോപ്റ്റർ പോണതിന്റെ ആഘോഷമാണ് കാണുന്നത്. ആകെ ഒരു ആംബിയൻസേ മാറിയല്ലേ രാത്രി ആയപ്പോഴത്തേക്കും. അങ്ങനെ നമ്മള് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ദേ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫേസ് ഒക്കെ നോക്കി ഉപ്പ് കാറ്റടിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒട്ടാണ് ഫേസ് ഒക്കെ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മള് സത്യം പറഞ്ഞ ഒരു ഫുൾ റോഡ് ട്രിപ്പ് കഴിഞ്ഞ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. കായൽ ട്രിപ്പ് സത്യം പറഞ്ഞാൽ ആ ഒരു ഫീൽ ഉണ്ട്. കാരണം അത്രയും ഇങ്ങനെ ഇല്ലേ ചുറ്റിക്കറങ്ങിയിട്ട് വന്ന. ആദ്യമായിട്ട് ഞാൻ ഒരു ബോട്ടിൽ ഇത്രയും ദൂരം പോണ്. താങ്ക്സ് മുത്തേ. താങ്ക് യു ശ്രീകുട്ട. പിന്നെ ഹാപ്പിയാണ്. ഇവനെ ഞങ്ങൾക്ക് കിട്ടാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. അനന്തൂടെ ഫ്രണ്ടാണ്. എന്റെയും ഫ്രണ്ടാണ്, ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അതെ ഇവന്റെ ആണ് നമ്മളുടെ ഈ ഒരു ബോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറൈൻ ഡ്രൈവിലല്ലേ കൂടുതലും. മറൈൻ ഡ്രൈവ് ടു കടമക്കുടിയാണ് നമുക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തെന്ന പാക്കേജ്. നിങ്ങൾക്കും വേണമെങ്കിൽ എല്ലാവർക്കും ചെയ്ത് കൊടുക്കൂല ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തൊക്കെ. ആലപ്പി കുമരമൊക്കെ നിങ്ങളെ കൊണ്ടുപോകും. പക്ഷെ ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തോട്ടെ ഞങ്ങൾ അവിടെ എത്താനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ. ഞാൻ സ്ക്രീനിൽ നമ്പർ എഴുതി കാണിക്കാൻ. കോൺടാക്ട് ചെയ്യുവനെ അല്ലേ? കൊണ്ടുപോയില്ലേ നമ്മുടെ പിള്ളേർ അടിപൊളിയായിട്ടൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ വരില്ലേ? അതെ ഫുള്ള് ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അങ്ങോട്ട്. അപ്പോൾ ഇതുപോലെ അടിപൊളി ട്രിപ്പ് ആവട്ടെ നിങ്ങളുടെ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടാ. എങ്ങനെ ഉണ്ടായിടാ? അവസാനം ഇവിടെ കരയിലെത്തി ശ്വാസം വിട്ടത് ഇപ്പോഴാണ്. സത്യം കണച്ചേട്ടാ എങ്ങനെ ഉണ്ടായി? ക്ഷീണിച്ച്. അതെ അടിപൊളിയായിരുന്നു. അമ്മു എൻജോയ് ചെയ്തു. വർഷക്കുട്ട സൂപ്പറായിരുന്നു. സത്യം കേട്ടോ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.